ഇപ്പൊ എന്തിനും കൂടെ വന്നേ? നിന്നോട് വരണ്ടെന്ന് ഞാൻ മേരി ചേച്ചിനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായല്ലോ. മേരി ചേച്ചി എന്നോടെല്ലാം പറഞ്ഞു. അതറിയാൻ തന്നെ ഞാനിങ്ങോട്ട് വന്നത്. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങളൊക്കെ എന്നെ മോശമായിട്ട് സംസാരിക്കണേ? ഈ അമ്മാവനോട് സംസാരിക്കുന്നതോ? ഈ അമ്മാവൻ എൻ്റെ അച്ഛൻ്റെ പ്രായമില്ലേ? പിന്നെ ഈ ചേട്ടന്മാര് അവർ ഞാൻ സഹോദരന്മാരെ പോലെ കണ്ടിട്ടേ സംസാരിച്ചിട്ടുള്ളൂ. അതാണോ നിങ്ങളൊക്കെ എന്നെ ഇങ്ങനെ തെറ്റായിട്ട് സംസാരിക്കണേ? പിന്നെ ഒന്നുമില്ലാതെ ബുക്ക് പഠിച്ചു തരല്ലേ? ക്ലീറ്റ് എന്തിനാ നിനക്ക് പുസ്തകം മേടിച്ചു തന്നത്? ഞാൻ പൈസ കൊടുത്തിട്ട് ക്ലീറ്റോ ചേട്ടൻ സിറ്റി പോകണമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അതുവരെ പോകണ്ടല്ലോ. അപ്പൊ ഞാൻ കൊടുത്തു വിട്ടതാ. കാശ് എന്റെ പൈസ ഉണ്ടോടി? കുന്തമുണ്ട് എൻ്റെ. എന്തായാലും ഞാൻ ഈ പഠിപ്പിക്കുന്നൊന്നുമില്ല, എനിക്ക് തിരക്കാം. അല്ലെങ്കിൽ ഞാനിന്ന് പഠിക്കാൻ വേണ്ടി വന്നതല്ല. നിങ്ങൾ എന്നെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞില്ലേ മേരി ചേച്ചിയോട്? അതൊന്ന് പറഞ്ഞ് ക്ലിയർ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞാനിന്ന് വന്നത്. ചേച്ചി, ഈ സമൂഹത്തിലൊരു പെൺകുട്ടി ഒരാളിനോട് ഇത്തിരി സ്വാതന്ത്ര്യമായിട്ട് സംസാരിച്ചാൽ ഉടനെ നിങ്ങൾ അവളെ മോശക്കാരിയാക്കും. നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ അടുക്കളയ്ക്കകത്ത് ഒതുങ്ങിക്കൂടി കിടക്കുമല്ലേ? പുറത്തിറങ്ങി നാലാളോട് സംസാരിക്കണം. എങ്കിലേ എൻ്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാവും. ഞാനിതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി വന്നതാ. ശരിയപ്പോൾ ഉള്ള കാര്യങ്ങൾ തുറന്നു പറയും. പെണ്ണായ എങ്ങനെ വേണം? ഇങ്ങനെ എന്താ നോക്കിക്കണേ? പോ, ജോലിക്ക് പോ. കളിയാ പോരും. ചിലങ്ക വന്ന് ഇവിടുന്ന് കടന്ന് വീടെത്തട്ടെ, എന്നിട്ട് പോയാൽ മതി. ഇല്ലെങ്കിൽ പറയും അളിയൻ ചിലങ്കയുടെ പറയാ പോണെന്ന്. ഞാൻ പോണില്ല.